10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 5th ക്വസ്റ്റ്യനാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം ഇതാണ്. 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. ദ ഫസ്റ്റ് പിക്ചർ ഷോസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ദ സ്മോളർ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് സൈഡ്സ് കട്ട് ഓഫ്. The second picture shows the same thing done on each of the 3 triangles in the first picture. The third picture shows the same thing done on the second picture. ഒരു ചിത്രത്തിൽ ട്രയാങ്കിൾസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്ത ചിത്രത്തിൽ വീണ്ടും ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്? ഒരു സൈഡിനെ മിഡ് പോയിന്റിൽ വെച്ചിട്ട് ജോയിൻ ചെയ്താണ് നമ്മൾ ട്രയാങ്കിൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെ അടുത്ത ട്രയാങ്കിളിൽ വീണ്ടും ആ കിട്ടിയതിൻ്റെ മിഡ് പോയിന്റ് വെച്ച് കട്ട് ചെയ്ത് വീണ്ടും ട്രയാങ്കിൾസ് ചെറുതാക്കി വരച്ചെടുക്കുന്നു, ബാക്കിയുള്ളത് കട്ട് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും അടുത്ത അതേ പ്രോസസ്സ് മൂന്നാമത്തെ ട്രയാങ്കിളിൽ നടത്തുന്നു. എങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? രണ്ടാമത്തെ ചോദ്യം, ടേക്കിംഗ് ദ ഏരിയ ഓഫ് ദ വോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1. ഈ കട്ട് ചെയ്യാത്ത ഓരോ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 യൂണിറ്റ് ആണ് എങ്കിൽ കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഓരോ ട്രയാങ്കിളിലും കിട്ടിയ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലെയും ഓരോ റെഡ് ട്രയാങ്കിൾസിൻ്റെ ടോട്ടൽ ഏരിയ, റെഡ് ട്രയാങ്കിൾസിൻ്റെ ആകെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ഈച്ച് ഓഫ് 3 സീക്വൻസ്. ഈ നമുക്ക് 3 സീക്വൻസ് കിട്ടിയല്ലോ, അതിൻ്റെ നെക്സ്റ്റ് 2 ടൈമും കൂടെ നമ്മൾ ഇതേ രീതിയിൽ എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം. ഇതാണ് ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ പിക്ചർ. ആദ്യത്തെ ചിത്രത്തിൽ 3 ട്രയാങ്കിൾസ് ഉണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ 9 ട്രയാങ്കിൾസ് ഉണ്ട്. മൂന്നാമത്തെ ചിത്രത്തിൽ 27 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ. അടുത്തത്, ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഓൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1. കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഓരോ ചിത്രത്തിലും ഇപ്പോൾ ഫസ്റ്റ് ചിത്രം ഇങ്ങനെയാണല്ലോ, ഇതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ഫുൾ ഏരിയ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന്, സെൻറ്റിമീറ്റർ സ്ക്വയറിന് മീറ്റർ സ്ക്വയറിന് ഏതാണെങ്കിലും എടുക്കാൻ യൂണിറ്റ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ആക്കിയല്ലോ, അങ്ങനെ ആക്കുമ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഇതിനെ എത്ര പാർട്ടാക്കി കട്ട് ചെയ്തു? നമ്മൾ മൊത്തം 1/4 ആക്കി. ഈ റെഡിൻ്റെ മാത്രം നമ്മൾ നോക്കണമെങ്കിൽ എത്ര പാർട്ടാക്കി? 1/4 നമുക്ക് എഴുതാം. 1/4 ആണ് ഓരോന്നിൻ്റെയും ഏരിയ. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ എത്രയാണെന്ന് നോക്കാം. ഈ ഒരു ഫുൾ ട്രയാങ്കിളിൻ്റെ, ഈ അൺകട്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഓരോ ചെറിയ ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഓരോ ചെറിയ ട്രയാങ്കിളിൻ്റെയും ഏരിയ എത്രയാണ്. അപ്പോൾ ഈ ഒന്നിനെ എത്ര ട്രയാങ്കിൾസ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്തു? 1, 2, 3, 4 പാർട്ടാണല്ലോ. ഒരെണ്ണം കട്ട് ചെയ്ത് കളഞ്ഞു എങ്കിലും നമുക്ക് 4 ഈക്വൽ പാർട്ട് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ, ഈ ഫസ്റ്റ് ട്രയാങ്കിളിനകത്ത് സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 എന്ന് നമുക്ക് എഴുതാം. അതുപോലെ ഇവിടെയോ, ഇവിടെ ഒരു ട്രയാങ്കിൾ എത്ര ചെറിയ ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കിക്കേ. ഈ വലിപ്പത്തിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇതിനകത്തും നമുക്കങ്ങനെ ചെയ്യത്തില്ല, 4 എണ്ണം കൂടി ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്തെടുത്താൽ മൊത്തം എത്രയാകെ ടോട്ടൽ 16 ആയി. അപ്പോൾ ഒരു ചെറിയ ട്രയാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ 1/16 ആണ്. ഇവിടെയാണെങ്കിലോ ഒരെണ്ണത്തിനകത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇവിടെ നമുക്ക് എത്ര എണ്ണം? 4 എണ്ണം കൂടി ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാമല്ലോ, ഇല്ലേ? അപ്പം ടോട്ടൽ 60. ഒരെണ്ണത്തിനകത്ത് മൊത്തം 16 എണ്ണം ഉണ്ട്. അപ്പം അവിടെ ഇതും 16, ഇതും 16, ഇതും 16. ഇതിനകത്ത് നമുക്ക് 16 എണ്ണം കട്ട് ചെയ്തെടുക്കാമല്ലോ. ഇങ്ങനെ ശരിയല്ലേ? ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് 16 കഷ്ണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് മൊത്തം 16 എത്ര 16 ഉണ്ട്? 4 16, ദാറ്റ് ഈസ് 1/64 ആണ് ഈ ഓരോ ട്രയാങ്കിളിൻ്റെയും ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ സി എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ് ചോദ്യം? മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ? ഓരോ റെഡ് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എത്ര ആണെന്നാണ്. 1 മിനിറ്റ്, ആദ്യം ഞാൻ ഈ ഫസ്റ്റ് 1ൻ്റെ ആൻസർ ഇവിടെ ഒന്ന് എഴുതിയേക്കാമേ.
ആദ്യത്തെ ചോദ്യം നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ആയിരുന്നു നമുക്ക് എഴുതിയാൽ. ഫസ്റ്റ് 3, ഇതിനകത്ത് 9, ഇതിനകത്ത് 27. ഇനി ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് എന്താണെന്ന് ഓരോ ട്രയാങ്കിളിൻ്റെയും സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ 1/4, 1/16, 1/64 നമുക്ക് കിട്ടി. ഓപ്ഷൻ സി എന്ന് പറയുന്നത് റെഡ് ട്രയാങ്കിൾസിൻ്റെ ടോട്ടൽ ഏരിയ. അപ്പോൾ ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 ആണല്ലോ. അങ്ങനെയുള്ള എത്ര ട്രയാങ്കിൾസ് ഉണ്ട് ഇവിടെ? 3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 × 1/4, അതായത് 3/4 എന്ന് എഴുതാമല്ലോ. അടുത്തത് രണ്ടാമത്തത്, ഇവിടെ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 9 ഉണ്ട്. സോ 9 × 1/16 എന്ന് വെച്ചാൽ 9/16 എന്ന് എഴുതാം. അടുത്തത് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 27 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 27/64 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, റൈറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്സ്. ഈ പ്രോസസ്സ് നിങ്ങളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ അടുത്ത 2 ഇത് 1, 2, 3 3 നമ്പർ വരെ 3 ടൈം വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. 4th ടൈമും 5th ടൈമും കൂടെ എല്ലാ കേസിലും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരച്ച് നോക്കി കളർ ചെയ്തെടുക്കാതെ നമുക്ക് എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിനുള്ളൊരു ക്ലൂ നമുക്കിവിടെ നോക്കാം. 3 ഇത് എന്തായി? 9 ആയി. 9 എന്തായി? 27. അപ്പോൾ 3 × 3 ആണ് 9. 9 × 3 ആണ് എന്ത്? 27. അപ്പോൾ നമ്മൾ 27 × 3 ചെയ്യണം അല്ലേ? അതായത് 81. അടുത്തത് 81 × 3 ചെയ്യണം. അപ്പോൾ എത്ര വരും? 81 × 3 എന്ന് പറയുമ്പോൾ 3 8 3s 24, 243 വരും അല്ലേ? ഇതാണ് അടുത്ത 2 സ്റ്റെപ്പ്. നെക്സ്റ്റ് ഓപ്ഷൻ ബിയിൽ, അതായത് റെഡ് ട്രയാങ്കിൾസിൻ്റെ ഓരോ റെഡ് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ 1/4, 1/16, 1/64. അപ്പോൾ ഇവിടെ എന്താ? 4ൻ്റെ പവറുകളാണ്. 4 4s 16, 16 × 4 64. അടുത്ത 64 × 4 4 4s 16, 64 256 വരും. അടുത്തത് 156 × 4 256 × 4 എന്ന് പറയുമ്പം 8 വരും. സിക്സ് 4s 24 വരും. 2 4 ദെൻ 2 വരും. 1024 വരും. ദെൻ അടുത്തത് ഇവിടെ എന്താ? 3 3s 9, 9 3s 27. ഇത് ഇവിടെ ഫസ്റ്റ് വന്ന പോലെ തന്നെ ഇത് 81/256 വരും. എടുത്തത് 243/1024 വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ നെക്സ്റ്റ് 2 ടൈമും കൂടെ കണ്ടുപിടിച്ചത്. അതായത് ആദ്യത്തെ ആ ഒരു പാറ്റേൺ എന്താണോ ആ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താണ് അടുത്ത 2 ടൈമും കൂടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. പിടികിട്ടിയോ? ഓക്കെ.